ഇത്തവണത്തെ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കാണ് മേൽക്കൈ നേടാനായിട്ടുള്ളത്. തൃണമൂലിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ബി.ജെ.പിയുടെ ഒരു ആവശ്യവുമായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്നുള്ള ഒരു വാർത്ത വരുന്നത് വളരെ ഞെട്ടിക്കുന്നത്. ഏതാണ്ട് 4000-ഓളം ഇ.വി.എമ്മുകൾ കത്തിപ്പോയി എന്നുള്ളതാണ് ഈ വാർത്ത. ഇത് ശരിയാണോ? വളരെ ശരിയായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അതൊരു ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. അവിടെ സൗത്ത് പർഗനാസിലാണ്. ആ സൗത്ത് പർഗനാസിൽ അലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ ഒന്നാം നിലക്ക് ആദ്യം തീ പിടിച്ചു, രണ്ടാം നിലക്ക് തീ പിടിച്ചു. പക്ഷെ അത് 9ാം നില കത്തുന്ന വരെ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം. അപ്പൊ അതിൽ 4000 EVMകളാണ് ഉണ്ടായിട്ടുള്ളത്. ആ 4000 EVMകളും കത്തിനശിച്ചു. ഈ 4000 EVMകൾക്ക് ചില പ്രത്യേകതയുണ്ട്. കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളിലെ EVMകളാണ് കത്തിനശിച്ചിട്ടുള്ളത്. 10 മണ്ഡലങ്ങളിൽ. അപ്പൊ അതായത് ഇനി മുതൽ EVM പരിശോധിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം EVM കത്തിപ്പോയി. ഇനിയിപ്പോ അതൊന്നും പരിശോധിക്കാനുള്ള സാധ്യതയില്ല. ഇതിന്റെ ഒരു നമുക്കൊരു വലിയ തോതില് നമുക്കൊരു സംശയം തോന്നുന്ന കാര്യം എന്താണെന്ന് കൂടി പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് വ്യക്തമാകും. ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് രാജർഹട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമില്ല. ചില സ്ഥലങ്ങളിൽ ഒരു രാജർഹട്ടിൽ 40%-50% മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ആ മുസ്ലിങ്ങളിൽ തന്നെ രാജർഹട്ടിലെ ന്യൂ ടൗണിൽ ഒരു 164 ബൂത്ത് ഉണ്ട്. ഈ 164 ബൂത്തിന്റെ ഫലം കഴിഞ്ഞ ദിവസം ഭയങ്കര വിവാദമായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 97% വോട്ടോടെ BJPക്കാണ്. 97% വോട്ട് BJPക്കാണ്. CPMന് ആകെ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ആകെ വെറും 1 വോട്ട് മാത്രമാണ് CPMന് ലഭിച്ചിട്ടുള്ളത്. കേവലം 5 വോട്ടുകൾ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നില്ല. അതിനെന്താ അങ്ങനെ വോട്ട് ചെയ്തൂടെ എന്ന് തോന്നാം. ഏറ്റവും വലിയൊരു തമാശ കൂടി പറഞ്ഞ കാര്യം ക്ലിയർ ആവും. അവിടെ ആ ബൂത്തിലെ 88% വോട്ടേഴ്സ് മുസ്ലിംസാണ്. എന്ന് പറഞ്ഞാൽ അവർ BJPക്കാരായി. കാര്യം ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. അതായത് 164 ബൂത്തില് നിങ്ങൾ അറിയേണ്ടത് ആകെ 97% വോട്ടുകളും ജയിച്ചിട്ടുള്ളത് ഈ പറയുന്ന രാജർഹട്ട് ന്യൂ ടൗൺ എന്ന് പറയുന്ന 164 നമ്പർ ബൂത്തിലെ 97% വോട്ട്. അതായത് 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 50-60 പേരല്ല. സാധാരണ അതൊക്കെ സംഭവിക്കാമല്ലോ, വേണമെങ്കിൽ 80 പേരും സംഭവിക്കാം. പക്ഷെ ഇതല്ല, 97% പേര് വോട്ട് ചെയ്ത ആർക്കാണ്? BJPക്ക്. അവിടെ 88% മുസ്ലിംസ് ആണ്. 88% മുസ്ലിംസ് എന്തായാലും വോട്ട് ചെയ്യാതെ 97% വരില്ലല്ലോ. അല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടെ എന്നുണ്ടോ? അല്ല, ചെയ്തുകൂടെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വോട്ട് ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസ് ഒരു വോട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്? CPMന് കൊടുത്തിട്ടുണ്ട്. 5 വോട്ട് കഷ്ടിച്ച് ആർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു അസ്വാഭാവികതയില്ല. അതായത് അവിടെ വോട്ട് ചെയ്തേക്കുന്നതിൽ 3% ഒഴികെ ബാക്കി 97% എന്ത് ചെയ്തേക്കാണ്? BJPക്ക് വോട്ട് ചെയ്തേക്കാണ്. ഇനി താങ്കൾ ചോദിച്ച പോലെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ അത് ശരിയാണ്, മറ്റേ അങ്ങനെ BJPക്ക് എന്താ ഇവർ വോട്ട് ചെയ്തുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ വോട്ടർമാരിൽ ഭൂരിപക്ഷവും ഓൾട്ടി ന്യൂസ് നടത്തിയിട്ടുള്ള ഒരു അവിടെ ആളുകളുടെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബൂത്താണല്ലോ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ പ്രതികരിച്ചേക്കണത് അവരിൽ കൂടുതൽ പേര് CPMന് വോട്ട് ചെയ്തേക്കണെന്നുള്ള. ഇനി വേണമെങ്കിൽ നമുക്കൊരു ന്യായീകരണമായിട്ട് വേണമെങ്കിൽ പ്രജയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം. പ്രജയ്ക്ക് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. ചിലപ്പോ അവരൊക്കെ BJPക്ക് വോട്ട് ചെയ്തിട്ട് കള്ളം പറഞ്ഞതായിക്കൂടെ എന്ന് ചോദിക്കാം. ആയിരിക്കാം. പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഒന്നും എന്ത് ചെയ്യാനില്ല, ഇല്ല. ഞാനിപ്പോ ഒരു കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പണ്ടൊരു KV പോയിരുന്നു. ആ KV പോയപ്പോ നമ്മുടെ ഇവിടത്തെ KV ആണ്, കടവന്തര KV ആണ്. അപ്പൊ ഡോക്ടർ DN കർണാനി എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ മറ്റേ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ IAS കാരനാണ്, ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പൊ അവർ നല്ല സ്ത്രീയാണ്. അവരപ്പോ വിളിച്ച് നമ്മളൊരു സെമിനാർ എടുപ്പിക്കാൻ വേണ്ടി പോകും. ഞാനും IIT പാസ്സായിട്ടുള്ളൊരു പുള്ളിയും കൂടി എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അന്ന് നമ്മൾ സെമിനാർ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ 12th കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചാണല്ലോ സെമിനാർ എടുക്കുന്നത്. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, സാറ് പറഞ്ഞതൊക്കെ IIT അതുപോലെ IIM ഇതുപോലെയൊക്കെയുള്ള വലിയ കോളേജുകൾ വലിയ കോഴ്സുകളൊക്കെ ആണല്ലോ. അപ്പൊ സാറ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, 12th പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായ? അപ്പൊ 12th പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോ ഭയങ്കര ചോദ്യമാണ്. പിള്ളേരൊക്കെ ചിരിയാണ്. അപ്പൊ ഡോക്ടർ DN കർണാനി ഇങ്ങനെ കണ്ണു പിഴിക്കുന്നുണ്ട്, നോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ചോദിച്ചോട്ടെ, ലെറ്റ് ദ മാസ്ക്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്ത് തിരിച്ചു വിട്ടു.
അപ്പൊ ആ ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ 12th പാസ്സായില്ലെങ്കിൽ നിങ്ങൾ എഴുതി പാസ്സാകണം, എന്നിട്ട് വലിയ കോഴ്സുകൾക്ക് പോകണം. ഇനി അതും പറ്റിയില്ലെങ്കിൽ 10th കഴിഞ്ഞ് പോകാവുന്ന ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് നമ്മൾ വിശദമായി പറയുകയാണ്. അപ്പൊ ഈ പയ്യൻ വീണ്ടും എഴുന്നേക്കാണ്. വീണ്ടും എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, അല്ല സാർ ഇപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ, പക്ഷെ അതിനൊക്കെ നമ്മൾ 10th പാസ്സാവണ്ടേ? അപ്പൊ 10th പാസ്സായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാണ്. മനസ്സിലായി? അപ്പൊ ഓക്കെ, ചോദ്യമാണല്ലോ. ഇപ്പൊ പ്രതി ചോദിച്ചാലും ചോദ്യമാണ്. അതിനെന്താ 100 പേര് വോട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ ചോദ്യമാണ്. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഞാൻ അതിന് പറഞ്ഞ മറുപടി ഇപ്പൊ കുറച്ച് ദൈർഘ്യമുള്ളതാണ്, ഞാനത് പറയുന്നില്ല. ഞാനത് വളരെ കൂളായിട്ട് എടുത്ത് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ മറുപടി പറഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്നോട് അടുത്ത ചോദ്യം ഈ പുള്ളിക്കാരൻ തന്നെ വീണ്ടും എഴുന്നേക്കാണ്, ഈ കുട്ടി തന്നെ വീണ്ടും എഴുന്നേക്കാണ്. അപ്പൊ വീണ്ടും എഴുന്നേക്കും കുട്ടി ചോദിക്കണം, അല്ല സാർ ഇപ്പൊ സാറ് പറഞ്ഞ കോഴ്സുകൾക്ക് പോകണമെങ്കിൽ നമ്മളൊരു മിനിമം 8th എങ്കിലും പാസ്സാവണ്ടേ? അപ്പൊ അതെ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി പിള്ളേരൊക്കെ ചിരി തുടങ്ങി, കാരണം അവർക്കറിയാം അടുത്ത ചോദ്യം എന്നാണ്, അല്ല 8 പാസ്സാകാത്ത കുട്ടികൾ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ഈ പഠിക്കണ +1 ആണെന്നൊന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പൊ 8th പാസ്സാകാത്ത കുട്ടികൾ എന്ത് ചെയ്യും എന്നാണ് ഇവൻ ചോദിക്കുന്നത്. അവർക്കും ജീവിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ജോൺ എന്ന് പറയുന്ന ബീഹാറിൽ 9ാം റാങ്കായിട്ട് IIT അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വളരെ മിടുക്കനായിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ് എന്റെ സൈഡിലിരിക്കുന്നത്. അപ്പൊ പുള്ളി, ഞാൻ ഈ കോളർ ഡൗൺ മൈക്കാണ് വെച്ചേക്കുന്നത്, ഇതുപോലെയുള്ള മൈക്ക്. അപ്പൊ മൈക്ക് വെച്ചപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ തോണ്ടിയിട്ട് പുള്ളിക്ക് എഴുന്നേക്കാനുള്ള വ്യഗ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി എഴുന്നേറ്റ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുള്ളിയുടെ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പുള്ളി എന്റെ ചവിട്ടിൽ, രതീഷ് ഇപ്പൊ ഞാൻ എഴുന്നേക്കാൻ പോവാണ് ചോദ്യം കേട്ടിട്ട്. ഞാൻ ഇരിക്കുമ്പോഴാണ് ചോദ്യം കേൾക്കുന്നത്. അപ്പൊ എഴുന്നേക്കാൻ പോകുമ്പോൾ പുള്ളിനെ കൈ പിടിച്ചിട്ട് എന്നെ സൗണ്ടിലേക്ക് ഒരു കാര്യം പറയണം. അപ്പൊ മൈക്ക് ഉണ്ട് എന്ന് പുള്ളി ആലോചിക്കുന്നില്ല. പുള്ളി ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷിൽ പുള്ളി പറഞ്ഞ കമന്റ് ഇതാണ്, 8th കൂടി പാസ്സാക്കാൻ പോയില്ലെങ്കിൽ പോയി തൂങ്ങിച്ചകടാതാണ് പുള്ളി പറയണത്. എന്ത് പറയാം എന്താ പുള്ളി പറയണത്, എന്ത് രതീഷ് പറയണോന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ പുള്ളി എന്നെക്കാൾ സീനിയർ ആണ്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനീ ഉത്തരം പറയേണ്ടി വന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇത് മൈക്കിലൂടെ അവിടെയുള്ള മുഴുവൻ പേരും കേട്ടു. അപ്പൊ ഇതുപോലെ താങ്കൾ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, അതിനെന്താ. അപ്പൊ 100ൽ 100 പേരും BJPക്ക് എന്ത് ചെയ്തൂടെ, വോട്ട് ചെയ്തൂടെ? എന്നിട്ട് ഓൾട്ട് ന്യൂസിൽ എന്ത് ചെയ്തൂടെ, കള്ളം പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കാം. ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായി. ആ മറുപടി എന്നോട് ഡോക്ടർ DN കർണാനി എന്ന് പറഞ്ഞിരുന്നു, ഗംഭീരമായിട്ടുള്ള മറുപടി ഉണ്ട് സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴല്ല, 10-15 കൊല്ലം മുമ്പ്. അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ചേരാൻ പറ്റില്ലല്ലോ. ഞാൻ 1ാം ക്ലാസ്സിൽ തോറ്റുപോയാൽ എന്ത് ചെയ്യും, 2ാം ക്ലാസ്സിൽ തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മൾ എല്ലാത്തിലും തോറ്റുപോയാൽ എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ ജനിക്കേണ്ടിയിരുന്നില്ലെന്ന് എന്ത് ചെയ്യും വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ പല കടുങ്കയിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിച്ച് അതിന്റെ പുറകെ പൊക്കോട്ടെ. പ്രത്യാശകളും പ്രതീക്ഷകളും കൂടി ജീവിക്കാനാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. എന്ന് പറയുന്ന പോലെ പ്രജിത് ചോദിക്കുന്ന പോലെ, അതെന്താ 97% പേർക്ക്, 88% മുസ്ലിംസ് ഉള്ള മുസ്ലിങ്ങൾ BJP ഭരണം വരുമെന്ന് ഭയക്കുന്ന ആ മുസ്ലിം വോട്ടുകൾ ഒരിക്കലും തങ്ങൾക്ക് കിട്ടില്ല എന്ന് BJP വിചാരിച്ചിട്ടുള്ള സ്ഥലത്ത് അതിനെ പരിപൂർണമായിട്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച BJPക്ക് ഒരു സ്ഥലത്തും ബംഗാളിൽ വോട്ടുകൾ കിട്ടിയിട്ടില്ല. പക്ഷെ എന്ത്, ഈ പറയുന്ന 164ാം ബൂത്തിൽ ഇത്ര വോട്ടുകൾ കിട്ടിയേക്കുന്നു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ സംഘപരിവാറുകാർക്ക് ഇതിനും വലിയ ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ പ്രതിനിധിയുടെ കൂടുതൽ ചോദ്യങ്ങൾ ആവശ്യപ്പെടണ്ട. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള 5 പേര് പോലും ചിലപ്പോൾ അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് കത്തിക്കണേതിനാണല്ലോ. പൊതുവായിട്ട് എല്ലായിടത്തും BJP വരുന്ന ഒരു രീതിയുണ്ട്. അവര് വോട്ട് പിടിക്കുന്നുണ്ട്, പല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും കാര്യങ്ങളും. അപ്പൊ വലിയ മാസീവായിട്ടുള്ള രീതിയിൽ എല്ലായിടത്തും BJPക്ക് ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് ഷെയർ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ആയിക്കൂടെ? അതായത് മുസ്ലിം സമുദായത്തിൽ പെട്ടവരായതുകൊണ്ട് BJPക്ക് വോട്ട് വരില്ല. അവിടെ മുസ്ലിം സമുദായത്തിൽ പെട്ടവര് BJPക്ക് വോട്ട് ചെയ്യാതിരുന്നൊന്നുമില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ വോട്ടുകൾ BJP ഇത്തവണയും അവിടെ കിട്ടിയിട്ടില്ല. കാരണം BJP ആകെ അതുകൊണ്ട് ശ്രമിച്ചിട്ടുള്ളത് ഹുമയൂൺ കബീറിനെയൊക്കെ ഉപയോഗിച്ച് അവിടെ 1000 കോടി രൂപ കൊടുത്തുകൊണ്ട് ഞങ്ങള് ബാബറി മസ്ജിദ് ഇവിടെ വേറൊരെണ്ണം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ പരിപാടി നടത്തിക്കൊണ്ട് ആ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഹുമയൂൺ കബീർ തന്നെ ജയിച്ച സ്ഥലങ്ങളിൽ കഴിഞ്ഞോടെ 1,20,000 വോട്ടുണ്ടായിരുന്നു തൃണമൂലില്. ആ വോട്ടുകൾ ഹുമയൂൺ കബീറിന് കിട്ടി, ഒരിക്കലും അത് BJPക്ക് കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ് അസദുദ്ദീൻ ഒവൈസിനെയും ഹുമയൂൺ കബീറിനെയൊക്കെ വിട്ട് ഭിന്നിപ്പിക്കുന്നത്. പിന്നെ ഇതൊന്നും കുഴപ്പമില്ല. അതേ സമയം തന്നെയാണ് ഇത്തരം വിവാദം അവിടെ കത്തിപ്പടരുമ്പോഴാണ് ജസ്റ്റ് ഒരു തീപിടുത്തം ഉണ്ടാവുന്നത്. 4000 മെഷീനും കത്തിപ്പോകുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. പിന്നെ പ്രജിത് ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങൾക്കൊന്നും എന്തില്ല. നേരത്തെ പയ്യൻ ചോദിച്ച ചോദ്യത്തിനും എന്തില്ല.
പിന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും അതിന്. പക്ഷെ നമ്മൾ ഡെക്കോറൊക്കെ ഇട്ടിട്ട് ഉത്തരം പറയേണ്ടി വരുമൊന്നുമില്ല. നമ്മൾ സ്റ്റേജിൽ നിന്ന് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മളിപ്പോ പിള്ളേരാണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരം പറയാം. അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ വെച്ച് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം. കാരണം അങ്ങനെ പിന്നെ നീ ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്ത് ചെയ്താ പോരെ? നാളെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുമല്ലോ. പല ആളുകളും ഇതുപോലെയൊക്കെ ഡയലോഗ് ഇടും. നാളെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല, നാളെ നമ്മൾ ഇങ്ങനെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മാലയമ്പളയൊക്കെ ഊരി തന്നേക്കെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സ്ഥലം വിടും. അപ്പൊ അതുപോലെ മറുപടി പറയാൻ നമുക്കറിയാം. നമ്മളിത് ഇന്ന് ഇപ്പോഴേ കേട്ടില്ല. ഞാൻ എൻ്റെ 27ാമത്തെ വയസ്സിൽ സെന്റ് തെരേസ് കോളേജ് സെമിനാർ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ സെമിനാർ എടുക്കാൻ വേണ്ടി ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അതുപോലുള്ള ചോദ്യങ്ങളായിരുന്നു അവിടെ. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ, നമ്മളെ തകർത്തടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഞാൻ ഈ കരിയർ ഗൈഡൻസ് സെമിനാർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ ചോദ്യം വന്നു. ആ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ ഞാൻ ഇന്ത്യയിലെ വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IIM കുറിച്ചും അതുപോലെ തന്നെ TFI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ കുറിച്ചും ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ കുറിച്ചും നാസി മുഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇങ്ങനെ NMIMS നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ സുന്ദർരാജൻ പിച്ചയുടെയും അവർക്ക് കിട്ടുന്ന ശമ്പളവും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിച്ചു. അവരൊരു ഗ്യാങ് ആണ്, ഒരു 10-30 പേരുടെ ഗ്യാങ് ആണ്. എന്ന് പറഞ്ഞാൽ കൈയടിക്കാനൊക്കെ അവർക്ക് തന്നെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു, സാർ ഈ പറഞ്ഞതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഈ പറഞ്ഞതിനൊക്കെ ഒരു കുഴപ്പം, ഇവരൊക്കെ കേട്ടിട്ട് അതൊക്കെ വിശ്വസിക്കും, ഞങ്ങൾ വിശ്വസിക്കില്ല എന്നാണ്. ആദ്യത്തെ ചോദ്യമാണ് കേട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സ്റ്റാറായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസന്റേഷൻ 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂർ കഴിഞ്ഞ് അതിലെ 2 മണിക്കൂർ കഴിഞ്ഞ് അതിലെ കയ്യടിയൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് ചോദിക്കണത്. അപ്പൊ എന്നോട് ചോദിക്കണത്, സാറേ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് മാത്രമാണ് എല്ലാവരും വലിയ ഉയരങ്ങളിലേക്ക് എത്താം? അല്ലല്ല. ഇപ്പൊ യേശുദാസ് അങ്ങനെ പഠിച്ചിട്ടാണ് ഇത്ര വലിയ ആളായത്. മമ്മൂട്ടി LLB പഠിച്ചിട്ട് അദ്ദേഹം മറ്റേ വലിയ ലോ കോളേജിൽ പഠിച്ചിട്ടാണ് ഇതുപോലെ ആയത്. മോഹൻലാൽ BCom കഴിഞ്ഞിട്ട് ഇതുപോലെ ആയില്ലേ. പിന്നെ വേറെ ഇന്ത്യയിലുള്ള ധീരുഭായ് അംബാനി 10ാം ക്ലാസ് തോറ്റിട്ട് ഇതുപോലെ ആയില്ലേ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു, ഗംഭീരമായിട്ട് അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചില്ലേ. അപ്പൊ സാറ് പറയുന്ന പോലെ വലിയ കോളേജുകളിൽ പഠിക്കണം, വലിയ ഇത് പഠിക്കണം എന്നൊക്കെ നിർബന്ധം പിടിക്കണം എന്തിനാണ് എന്ന് ചോദിച്ച് നിർത്തുന്നതും പിന്നെ കൂവലാണ്. പ്രജ മനസ്സിലാക്കണം, കൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായ കൂവലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് നിന്ന് തിളക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പള് ബാക്കിയുള്ള ആളുകളൊക്കെ ദൈവം ഇത് എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എന്നോട് വന്നിട്ട് 2 ടീച്ചേഴ്സ് സോറി ഒക്കെ പറഞ്ഞ HODs ബാക്കിയുള്ളത്. അപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് 10-28 വയസ്സേ ഉള്ളൂ. ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ആ സമയത്ത് രഞ്ജിനി ജോസ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ കൂവല് കഴിയുന്നത് വരെയും ചിരി തീരുന്നവരെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം, എന്നിട്ട് എന്റെ മറുപടി കൂടി കേൾക്കണമെന്ന് പറഞ്ഞു. കേട്ടിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് 10 സെക്കൻഡ് 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ സൈലന്റ് ആയി. ഞാൻ മറുപടി പറഞ്ഞു, ഇവരൊക്കെ ശരിയാണ്, ജീവിതത്തിൽ പഠിക്കാതെ തന്നെ ജീവിതത്തിൽ സക്സസ് നേടിയവരാണ്. പക്ഷെ എന്നിട്ടും എനിക്കൊരു തിരിച്ചൊരു ചോദ്യമുണ്ട്, അതിനുകൂടി താങ്കളൊന്ന് മറുപടി പറയണമെന്ന്. അവരുടെയൊക്കെ മക്കളാ അവരെന്തിനാണ് പഠിപ്പിച്ചത്? ധീരുഭായ് അംബാനി സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുത്തില്ലല്ലോ, അനിലും മുകേഷെ നീ 10ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തണം എന്നിട്ട് എന്നെ പോലെ വിജയിക്കണോന്ന് പറഞ്ഞോ? ഇല്ല. മറ്റേ നമ്മുടെ യേശുദാസിന്റെ മക്കളെ 3 പേരെ, ഒരാളെ MBA വരെ പഠിപ്പിച്ചു, ബാക്കിയുള്ളവർ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, എന്നിട്ട് വലിയ വിദ്യാഭ്യാസം കൊടുത്തു. എന്തിനാണ്? ദുൽഖർ സൽമാനോട് മമ്മൂട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും സിനിമയിൽ കയറ്റാമായിരുന്നിട്ട് മമ്മൂട്ടി പറഞ്ഞോ, മറ്റേ മോനെ നീ 10ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി, വെറുതെ LLB ഒന്നും പഠിച്ച സമയങ്ങളായിട്ട് അതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കാന്ന് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരൊറ്റ കാര്യമുള്ളൂ, സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന, വളരെ അവരുടെ ഭാവിയെ കുറിച്ച് ആശങ്കാവുണ്ടാവുന്ന, അവർ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പാരന്റും പറഞ്ഞു കൊടുക്കേണ്ടത് നേരെ തിരിച്ചാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുകേഷ് അംബാനി പോലും പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ 10ാം ക്ലാസ്സുകാരനായി പോയതുകൊണ്ടാണ് മോനെ ഞാൻ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയത്. ഞാൻ കുറെ കൂടി IIM-ലോ IIT-ലോ വലിയ കോളേജുകളിലോ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ചിന്തകൾ കുറെ കൂടി വലുതാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി വാർട്ടൺ B സ്കൂളിൽ പഠിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാട്ടുപാടി നിങ്ങൾക്ക് ജീവിച്ചോളൂ വിജയ് യേശുദാസ് എന്ന് വിജയനോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നീ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കൂടി ചെയ്യൂ. കാരണം ജീവിതത്തിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിനക്ക് അവിടെ പരാജയപ്പെട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് നിൽക്കാനൊരു തലം കൂടി വേണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു തരുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിനോടും എന്നോടുമൊക്കെ നിങ്ങളുടെ സമീപനം ഈ പറയുന്ന പോലെ കളിയാക്കാനുള്ളതാകുന്നതിന്റെ പ്രശ്നം നിങ്ങളുടെ പ്രായമാണ്. അതിനോട് ഞാൻ ക്ഷമിക്കും. പക്ഷേ തമാശകൾക്ക് വേണ്ടി നമ്മളത് ആസ്വദിക്കും. പക്ഷെ അതിനുമപ്പുറം കാര്യഗൗരവത്തോടു കൂടി മറുപടി കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴല്ലോ പ്രജിത.
പിന്നെ ഒരു 3 മിനിറ്റ് നിർത്താത്ത കയ്യടികളായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് അവിടെ 2 ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഇത് അലമ്പാക്കാനും ഒരു ഗ്രൂപ്പ് ഇത് ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ നടത്താനും. അപ്പൊ അതിന്റെ ഇടയിൽ പെട്ടുപോയതാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ കംപ്ലീറ്റ് പേര് കൈയടിക്കുകയാണ്. കൈയടിക്കുമ്പോൾ ഈ ചോദ്യം ചോദിച്ച പുള്ളിക്കാരി വന്നിട്ട് എന്നോട് കൈ തന്നു. കൈ കൊടുത്തിട്ട് ഞാൻ ഈ ചോദ്യത്തിന് വേറെ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു. അതും കൂടി പറഞ്ഞു. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് യേശുദാസ് സ്വന്തം മകനോടും മമ്മൂട്ടി സ്വന്തം മകനോടും ധീരുഭായ് അംബാനി സ്വന്തം മക്കളോടും പറഞ്ഞു കൊടുക്കുമ്പോൾ ഏതെങ്കിലും മക്കള് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിക്കായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ ഇത്ര ഉയരത്തിലെത്തിയില്ല, എന്നിട്ട് ഈ വിവരക്കേട് ഞങ്ങൾക്ക് എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ ഒന്നത് ഗുരുത്വമില്ലാത്ത ചോദ്യമാണ്, രണ്ടാമത്തേത് ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരും. ആ കാലത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കൂവൽ നിർത്തി എന്നെ കൈയടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും കൂടി കേട്ടപ്പോഴാണ് ബാക്കിയുള്ളവർ കൈയടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഈ പെൺകുട്ടിയെ കൂവി വിളിക്കാണ് ചുറ്റും നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ കൂവി വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്കാണ്. അപ്പൊ ഈ പെൺകുട്ടി വന്ന് എൻ്റെ അടുത്ത് കൈ തരികയാണ്. കൈ തന്നിട്ട് എന്നോട് പറഞ്ഞ ആദ്യത്തെ കമന്റ് ഉണ്ട്, സാറിനെ ഞാൻ ജീവിതകാലം മുഴുവൻ ഓർക്കും. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു. വേറൊന്നും കൊണ്ടല്ല സാർ, ഇത്ര വലിയൊരു അടി എനിക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരാൾ തരുന്നത് ആദ്യമായിട്ടാണ് എന്ന്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ സ്റ്റാർ ആയിരുന്നു, ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു. പക്ഷെ ഇത്രയും നല്ല ഒരു മറുപടി സാറ് സ്വപ്നങ്ങളിൽ പോലും തരുമെന്ന് ഞങ്ങളാരും വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ ജയിച്ചു എന്ന് വിചാരിച്ചെടുത്താണ്. അപ്പൊ അതുകൊണ്ട് പ്രജിത പറയുന്നതൊക്കെ എനിക്ക് നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. ഇനി കൂടുതൽ ചോദ്യങ്ങൾ പോരട്ടെ, കാരണം അത് ഇതുപോലെയുള്ള പല ചോദ്യങ്ങളും 97 പേരല്ല, അപ്പൊ 99 പേരും BJP കോട്ടയിലെ 88% ആർക്ക് 88% അവിടെ ആരാണ്, മുസ്ലിംസ് ആണ്. അതില് മഹാഭൂരിപക്ഷം പേരും BJP വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ.